എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം ഭിന്നത വെടിഞ്ഞു ഭിന്നത മറന്നു ഒന്നായി അണിചേരാതിലേശുവിൻ സാക്ഷികളാകാം അതാണ് ദൈവഹിതം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം വൈരവും പകയും എല്ലാം മറന്ന് ഉണ്മയിൽ മുന്നേറാം ആരാധിക്കാം പ്രാർത്ഥിച്ചിടാം അതാണ് ദൈവഹിതം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം ഏക മനസ്സോടൊന്നേച്ചൊന്ന ഐക്യതയിൽ വരുവാൻ പങ്ക് ദാനം ചെയ്തിടാം അതാണ് ദൈവഹിതം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം നീ എവിടെ നിൻ സോദരനെവിടെ കർത്താവിൻ ശബ്ദം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം അറിയുക നാം തിരിച്ചറിയുക നാം അതാണ് ദൈവഹിതം ക്രിസ്തീയ കീർത്തനം 202 പാട്ട്. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം മേൽത്തരമാം പൊൻ അതിനോടതുല്യം തങ്കവും അതിനോട് സമമല്ല മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം പാതയിൽ ശോഭിത ദീപമായി കൂരിരുളാകെ അകറ്റിടും
മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. അരിയോടു പൊരുതാൻ അരികിൽ മരുവും ശരിയാ ഉടവാൻ അതു നൂനം. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. രിപുവാം പാമ്പിൻ ദംശനമേറ്റു മരിച്ചു എല്ലാം ഉയിരേകും. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. വഴിയറിയാതെ ഉഴലും മർത്യനു തെളിവായി മാർഗം വെളിവാക്കും. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. ആത്മവിശപ്പാൽ വലയുന്നോർക്ക് ഭക്ഷണമാകും മന്നയിത. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. അധ്വാനിക്കും മനുജർക്കഖിലം ആശ്വാസത്തിൽ ഉറവിടമാം. മധുരം മധുരം മനോഹരം എന്നിലും മധുരം തിരുവചനം. Psalm reading, Nidhi Ajit. സങ്കീർത്തനം 91. അതെ, 91. സങ്കീർത്തനം 91. അത്യന്റെ മതിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണു നീ നോക്കി ദുഷ്ടന്മാർക്ക് ഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതിന്റെ വാസസ്ഥമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു. Then opening prayer by MC John Uncle. Opening prayer. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗപിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഒന്നിച്ച കർത്താവേ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യാണ്. സ്വർഗസ്ഥ പിതാവേ, ഈ നാളുകളിൽ ഏറെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ച അവിടുത്തെ മഹാദയക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ കർത്താവെ
ഈ മഹാമാരിയുടെ നടുവില് വേദനയും പ്രയാസവും ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് എന്റെ മക്കളെ അവിടുന്ന് നിറച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഇടവകയായിട്ട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഇടവകയിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ നാളുകളിലെ പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ ഒന്നിച്ചാരാധിപ്പാനോ കഴിയാത്ത അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, എന്നാൽ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പരസ്പരം കരുതുവാനും കർത്താവെ വിഷയങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് അർപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ഈ സന്ധ്യയെങ്കിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള ഉറപ്പോടെ കുടുംബങ്ങളായിട്ട് ഈ പ്രദേശത്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയായിട്ട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾക്ക് ഈ നാളുകളെ നേതൃത്വം നൽകുവാനായിട്ട് അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന അങ്ങയുടെ വാത്സല്യ മകനെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസനോട് ചേർന്ന് ഈ ദേശത്ത് ഞങ്ങൾക്കൊരു വലിയ ദൗത്യമുണ്ട്. അത് ഫലകരമായിട്ട് നിറവേറ്റുവാന് ദൈവം ഞങ്ങളിലൂടെ ഈ പട്ടണത്തിൽ എന്താഗ്രഹിക്കുന്നു അപ്രകാരം അത് നിറവേറ്റുവാന് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവെ, മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, മറ്റു തിരുമേനിമാർക്ക് വേണ്ടി, വട്ടത്ത സമൂഹത്തിന് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേല സ്ഥലങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇടവകയായിട്ട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് വീണ്ടും അടുത്തു വരികയാണ്. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനത്തോടെ മാതാവിനെ യാത്രയാക്കുവാന് ഭവനത്തിലുള്ളവർക്കും ഇടവയ്ക്ക് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ പാദപീഠത്തിലിരിക്കട്ടെ. അവിടുത്തെ വാത്സല്യ മകനിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണേ. തിരുവചനം ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, അതിൻ്റെ ആഴങ്ങൾ ഞങ്ങൾ ഗ്രഹിപ്പാൻ തക്കോണം അതിനനുസൃതമായ ജീവിതം നയിപ്പാന് അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനകളോടുന്ന് കേട്ടവർക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ മെയ് മാസം 2nd സൺഡേ മുതൽ നമ്മൾ ഈ ഒരു കോമൺ പ്രെയർ വൈകിട്ട് 5 PM സൺഡേ 5 PM നടന്നു വരികയാണല്ലോ. ദൈവത്തിന്റെ കാരുണ്യത്താൽ അടുത്ത സൺഡേയില് നന്തങ്കോട് ജെറുസലേം ഇടവകയുടെ ബദബയിൽ വിസ്തുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുകയും അത് ലൈവായിട്ട് നൽകുകയും ചെയ്യാൻ അവസരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇതാണല്ലോ നമുക്കേറെ താല്പര്യമുള്ള ഒരു വലിയ വിഷയം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അനേകര് രാവിലെ പലാത്തീനിൽ നിന്നുള്ളതായ ഓൺലൈൻ ഹോളി കുർബാനയിൽ സംബന്ധിച്ചവരാണ് മെട്രോപൊളിറ്റൻ തിരുമേനി നേതൃത്വം നൽകുന്നത്. എന്നാൽ വീണ്ടും നിങ്ങൾ താല്പര്യത്തോടെ ഇടവകയുടെ കോമൺ പ്രെയറിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ ഒരുപാട് നന്ദി നിങ്ങൾക്കായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ ഏറെ താല്പര്യപ്പെടുകയാണ്. എല്ലാവരോടും ഈ സമയത്ത് ദൈവനാമത്തിൽ സ്തുതിയും സ്തോത്രവും നന്ദിയും കരേറ്റുവാനായിട്ടും ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഇപ്പോൾ സ്മരിച്ചതുപോലെ നമ്മുടെ കുറവങ്കോണം വെസ്റ്റ് പ്രെയർ ഗ്രൂപ്പില് കണ്ടത്തിൽ ഭവനത്തിൽ പ്രിയപ്പെട്ട ഗ്രേസ് വർഗീസ് ആൻറ്റി 17-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യയെങ്കിൽ 10:15 കർത്താവിൽ നിത്യ പ്രാപിച്ചത്. ആന്റിയുടെ ഭൗമിക ശരീരമൊക്കെ മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. ആന്റിയുടെ മക്കൾ ജക്കാർത്തയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരാനുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് വന്നു ചേർന്നു. ഇനി ട്യൂസ്ഡേ 8:30 ഭൗമിക ശരീരം ഭവനത്തിൽ കൊണ്ടുവരുവാൻ 10:30 വീട്ടിൽ വെച്ചുള്ള സർവീസും ദെൻ 11 o'clock പള്ളിയിൽ വെച്ചുള്ളതായ സർവീസും അതിനുശേഷം മലമുകൾ സെമിറ്ററിയിൽ അടക്കവും നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ആന്റി നമ്മുടെ സെവിയ സംഘത്തിലും പാരീഷിലും പ്രെയർ ഗ്രൂപ്പിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുക മാത്രമല്ല നേതൃത്വം നൽകിയ വ്യക്തിയാണ് എന്ന് ഇതിനോടകം തിരിച്ചറിയാനായിട്ടിടയായിട്ടുണ്ട്. നല്ല ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നും രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് വളരെ ശബ്ദത്തിൽ, വളരെ ബലത്തോടെ, വളരെ ആരോഗ്യത്തോടെ
കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രാർത്ഥിച്ച് ഓരോ ദിനവും ആരംഭിച്ചിരുന്ന ഒരു ആന്റി. ദൈവനമ്പുരാൻ 88ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു. ആ കുടുംബത്തിന്റെ വേദനകളിലൊക്കെ നമുക്കും പങ്കുചേരാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ഈ കോമൺ പ്രെയർ വേളയിൽ പ്രത്യേകിച്ച് ഓർക്കട്ടെ. നമ്മുടെ അക്കൗണ്ട് ട്രസ്റ്റി സുനിലങ്ങൾ ഫാമിലിയോടൊപ്പമായിരുന്നല്ലോ അമ്മച്ചി താമസിച്ചിരുന്നത്. ആ കുടുംബത്തോടും ഇത്രയും നാള് കാത്ത് പരിപാലിച്ച് ക്ഷീണിച്ചുപാതെ മടുത്തുപാതെ മുന്നോട്ട് നയിക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ കുടുംബത്തെ ഓർത്തും സ്തോത്രം കരേറ്റുന്നു. ആ കുടുംബത്തോട് നന്ദിയും ഇടവകയായിട്ട് ആ രീതിയിൽ പ്രകാശിപ്പിക്കട്ടെ. മറ്റൊരു പൊതുകാര്യം കൂടി ഞാൻ ഈ സമയത്ത് വചന ഘോഷണത്തിന് മുമ്പായിട്ട് പറയാൻ നിർബന്ധിതനാകും. നമ്മുടെ ഫാമിലി സർവേ 2021 അതിനെക്കുറിച്ച് കഴിഞ്ഞ കോമൺ പ്രെയറിൽ നമ്മുടെ മെസ്സേജും എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഡിംഗ് പാർട്ടോടെ ചേർന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് അത് വേണ്ടവണ്ണം കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ ആരംഭമായിട്ട് തന്നെ ഫാമിലി സർവേ 2021 കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഫാമിലി സർവേ ആരംഭിക്കുന്നതിന്റെ കാരണം കേരള ഗവൺമെന്റ് ഒരു ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരള സർക്കാരിൽ ഒരു പ്രത്യേക മിനിസ്ട്രി ഉണ്ട്. അത് മൈനോറിറ്റി വെൽഫെയർ മിനിസ്ട്രി, ന്യൂനപക്ഷ വകുപ്പ് എന്നാണ് അതിനെ, ക്ഷേമ വകുപ്പ് എന്നാണ് അതിനെ അറിയപ്പെടുവാനായിട്ടിടയാ. ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ കേരളത്തിലെ മലങ്കരയിലെ കാത്തലിക് ചർച്ച് അവര് പലപ്പോഴായിട്ട് കംപ്ലൈൻസ് ഒക്കെ പറയുകയുണ്ടായി. ധാരാളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ലീഡേഴ്സിന് അവർക്ക് ലോണുകൾ, അതുപോലെ തന്നെ സപ്പോർട്ട്, ചാരിറ്റി പ്രോജക്ട്സിനുള്ള സപ്പോർട്ട്, ഇതൊക്കെ ന്യൂനപക്ഷ വകുപ്പിൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ 80% ഗോസ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് കാര്യമായിട്ട് ഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചപ്പോഴാണ് കേരള സർക്കാർ ഏകദേശം 7 months ബിഫോർ ജസ്റ്റിസ് JB കോശി എന്ന് പറഞ്ഞൊരു കമ്മീഷനെ നിയോഗിച്ചത്. അപ്പൊ അവര് ഒരു സർവേ നടത്തുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അവര് ചർച്ചുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സർവേയുടെ ഭാഗമായിട്ടാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ, വീടില്ലാത്തവരുടെ ഒരു എണ്ണം ഏകദേശം ഒരു പെർസെൻറ്റേജ് അറിയുന്നത് എങ്ങനെയാണ്, നമുക്ക് അതുപോലെ തന്നെ ലോണുകൾ ഹയർ സ്റ്റഡീസിന് മറ്റ് ജീവിതത്തിന്റെ പല കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഈ മൈനോറിറ്റി വെൽഫെയർ വകുപ്പിലൂടെ അനുവദിക്കാറുണ്ട്, അത് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടക്കം ഒരു 39 ക്വസ്റ്റ്യൻസ് അത് ഒരു സർവേയിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനകത്തെ ഒരുപാട് ചോദ്യങ്ങളും മാൻഡേറ്ററി അല്ല, നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ടതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഇയർലി ഇൻകം അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നത് കൊണ്ടും മറ്റ് രേഖകളൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ അതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ആ PDF ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ തന്നെ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. നമ്മൾക്ക് താല്പര്യമെങ്കിൽ മാത്രം അത് പൂരിപ്പിച്ചാൽ മതി. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വ്യക്തമായിട്ട് അച്ഛൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മാൻഡേറ്ററി അല്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പേഴ്സണൽ ID, അതിൻ്റെ അഡ്രസ്സ്, നെയിം ആൻഡ് ഫോൺ നമ്പർ, ഇത് മൂന്നും നമ്മോട് ആവശ്യപ്പെടുന്നില്ല. എന്തിനാണ് അത് ആവശ്യപ്പെടാതിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, ഡേറ്റ കളക്ഷനൊക്കെ നടത്തി ഡേറ്റാസ് ഒക്കെ ഇന്റർനാഷണൽ കമ്പനികൾക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ചിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കാനും നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടാനും സാധിക്കും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ അഡ്രസ് ഇത് അതിനകത്ത് ചോദിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊന്നും നമ്മുടെ പാരീഷിന്റെ രജിസ്റ്റർ അനുസരിച്ച് ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. പാരീഷ് രജിസ്റ്ററിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, മാരേജ് ഡേറ്റ് ഉണ്ട്, നമ്മുടെ നെയിം ഉണ്ട്, നമ്മുടെ അഡ്രസ് ഉണ്ട്, നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പാരീഷ് രജിസ്റ്ററിനകത്തുള്ളൂ. അപ്പൊ അതിനകത്ത് എന്നാൽ സഭയുടെ മക്കളെ കുറെ കൂടെ വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടി സഭയായിട്ട് കുറെ കൂടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ചും പ്രളയ കാലഘട്ടം, കോവിഡ് കാലഘട്ടം സഭ എന്തുമാത്രം വർക്കൗട്ട് ചെയ്തു. പ്രളയ കാലഘട്ടത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, വീട് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ചർച്ച് തന്നെ സഭയുടെ മക്കൾ ദാനമായിട്ട് നൽകിയ സ്ഥലങ്ങളിൽ വീട് പണിത് ഏകദേശം 200-ലധികം പേർക്ക് വീട് വെച്ചു കൊടുക്കുകയുണ്ടായി. സഭയുടെ അംഗങ്ങൾ ദാനമായിട്ട് നൽകിയ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അതിനകത്ത് വീട് വെച്ച് അങ്ങനെ 200-ലധികം പ്രിയപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അറിയണം. കോവിഡ് പേരൻസ് 2 പേരും മരിച്ചുപോയെങ്കിൽ ആ മക്കൾ അവരെ രാഷ്ട്രം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചർച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതറിയാൻ വേണ്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കോവിഡിൽ നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും മരിച്ചോ, മരണപ്പെട്ടോ? ഈ കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കോർപ്പറേറ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം കൂടിയാണ്. ദയവായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനോടകം തന്നെ 168 ഫാമിലീസ് നമ്മുടെ ജെറുസലേം മാർത്തോമാ ചർച്ചിൽ നിന്ന് ഫാമിലി സർവേ 2021 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ഫോമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരോട് നിശ്ചയമായിട്ട് ആ സന്തോഷ സ്നേഹം അറിയിക്കുന്നു. ആ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം നമുക്ക് നന്തങ്കോട് ജെറുസലേം ഇടവയിലെ കുട്ടികൾക്ക് ഒരു വിഷയ സ്കോളർഷിപ്പ് ആവശ്യമില്ല. നന്തങ്കോട് ജെറുസലേം മാർത്തോമാ ഇടവയുടെ കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ മറ്റ് പ്രോജക്ട്സിൽ നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരു വിഷയം ആവശ്യമുണ്ടായിരിക്കില്ല. എന്നാൽ ആസ് എ ചർച്ച്, മാർത്തോമാ ചർച്ച്, ആ ചർച്ചിന്റെ വില്ലേജ് പാരീഷസ് ഒരുപാടുണ്ട്, സൗത്ത് ട്രാവൻകൂർ മിഷൻ പാരീഷസ് ഒരുപാടുണ്ട്, നാടാർ ക്രിസ്ത്യൻ ഫാമിലീസ് ഒരുപാടുണ്ട്, അതോടൊപ്പം തന്നെ പിന്നോക്കാവസ്ഥയിലുള്ള പാരീഷസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാരീഷുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയർ ലീഡേഴ്സിനോട് ചേർന്ന് അതോടൊപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ അപ്ഡേറ്റ് ടെക്നോളജിയൊക്കെ അറിയാവുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി ഈ ആഴ്ചയിൽ തന്നെ ബാക്കിയുള്ള പ്രിയപ്പെട്ട ഫാമിലീസും അത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പാരീഷ് സെക്രട്ടറി അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ആവോളം ഞങ്ങൾ തീർത്തു തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഏവർക്കും അത് വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ക്ഷമിക്കുക, ഒരു മെസ്സേജിന് മുമ്പ്, ഒരു വചനഘോഷണത്തിന് മുമ്പ് ഇത്രയും ടൈം ഞാൻ എടുക്കേണ്ടി വന്നത് ഇതൊരു വലിയ അത്യാവശ്യം കൂടിയായതുകൊണ്ടാണ്. നമുക്ക് ഈ മാസത്തിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. 27th 28th ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. ദയവായിട്ട് അത് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തുതി കരയറ്റട്ടെ. ഇന്ന് ചർച്ചായിട്ട് അല്ലെങ്കിൽ ലോകം ഇന്ന് ഫാദേഴ്സ് ഡേ കൂടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. ഫാദേഴ്സ് ഡേ പിതാക്കന്മാരെ മാനിക്കേണ്ടത് ആവശ്യം, അവരുടെ അധ്വാനങ്ങളെ സ്മരിക്കേണ്ടത് ആവശ്യം, അതിനെ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും അവരെ ഓണർ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. എന്നാൽ ഇന്ന് മാത്രമല്ല, എന്നും അവരെ ഓർക്കണം. അതിൻ്റെ ഒരു നന്ദിയാണ് ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഫാദേഴ്സ് ഡേ ഇന്നത്തെ ദിവസം തീരുവാനുള്ളതല്ല, ഇന്നത്തെ ദിവസം തുടങ്ങി ഇന്നത്തെ ദിവസം അവസാനിക്കുവാനുള്ളതല്ല. ഈ എസ്റ്റേറ്റ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നഴ്സിംഗ് ഹോമിൽ കഴിയുന്ന പേരൻസിന് ധാരാളമായിട്ട് ഓൺലൈനിലൂടെ ഗിഫ്റ്റ്സ് ലഭിക്കാറുള്ള ഒരു ദിവസമാണ്. എന്നാൽ ആ ദിവസം ഈ ദിനത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു ദിവസം ഒരു വർഷത്തിൽ. അതവരുടെ ഒരു വേദനയാണ്, സന്തോഷമല്ല, മറിച്ച് അവരുടെ ഒരു വേദനയാണ്. ഇത് സർവേ ചെയ്ത സമയത്ത് സ്റ്റേറ്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദേഴ്സ് ഡേ ഒരു പല ദിനങ്ങളിലെ പിതാക്കന്മാരെ കരുതുന്നതിന്റെ, മാതാപിതാക്കളെ കരുതുന്നതിന്റെ നന്ദിയാണ്. നമുക്കും സാധിക്കട്ടെ നമ്മുടെ പേരൻസിനെയൊക്കെ ആദരവോടെ സ്നേഹിക്കാനും കരുതാനും മാനിക്കാനും അതിന് ഈ ദിവസം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ പിതാക്കന്മാർക്കും പിതൃവൃന്ദത്തിന് ആശംസകൾ ജെയിംസ് സീമർ ചർച്ചിൻ്റെതായിട്ട് ഈ സമയത്ത് നേർന്നുകൊള്ളട്ടെ. ഇന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് ഗോസ്പലായിട്ട് നമ്മൾ വായിക്കപ്പെടാൻ ചർച്ചിൽ ഉദ്ദേശിക്കപ്പെട്ട പോർഷനെ ബേസ് ചെയ്ത് തന്നെയാണ്. അതിന് ആമുഖമായിട്ട് ഒരു വാക്യം, ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 24. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് വർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പീൻ എന്നുള്ള മനോഹരമായ ഒരു വാക്യം. സഭയായിട്ട് ഇന്ന് ഡിവോഷന് ഏറ്റെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന.
മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, സത്യാത്മാവേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണമേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. സത്യാത്മാവിലുള്ള ഒരു പ്രാർത്ഥന, സത്യാത്മാവിലുള്ള ഒരു ആരാധന, ഇതാണ് ഇന്ന് സഭയായിട്ട് ധ്യാനിക്കുന്ന ഒരു വിഷയം. ഈ കാലഘട്ടത്തിന് വൺ ഓഫ് ദി മോഡേൺ അപ്പോസ്റ്റൽസ് ഓഫ് മലങ്കര മർത്തോമ ചർച്ച് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാദർ ടോം ഉഴുന്നാലിൽ അച്ഛൻ. ഫാദർ ടോം ഉഴുന്നാലിൽ ചിലർക്കെങ്കിലും ഞാൻ പേര് പറഞ്ഞപ്പോൾ നമുക്ക് പരിചിതമാണല്ലോ. 2016 മാർച്ച് മാസത്തില് ലെബനോന് യമനിൽ സിറിയൻ തീവ്രവാദികളാൽ പിടിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ടതായ പ്രിയപ്പെട്ട അച്ഛൻ ലെബനോനിലുള്ളതായ വളരെ പുരാതനമായ ഒരു മൊണാസ്ട്രിയില് അദ്ദേഹം അതിന്റെ ഡോൺ ബോസ്കോ ആ ഒരു വലിയ കാത്തലിക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. എന്നാൽ അച്ഛൻ കുറെ വർഷങ്ങള് ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഒരു ഹോമില് തന്റെ സർവീസ് വോളണ്ടറി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെന്ററിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലെബനോനില് ടോം ഉഴുന്നാലിൽ അച്ഛൻ. എന്നാൽ 2016 മാർച്ച് മാസത്തിൽ സിറിയൻ ടെററിസ്റ്റ് അവിടേക്ക് ആക്രമിച്ചു കയറുകയും 16 പേരെ വെടിവെച്ച് ആ ഒറ്റ ദിവസം 2 മണിക്കൂറിനുള്ളിൽ കൊല്ലുകയും ചെയ്തു. അന്ന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകപ്പെട്ട തടവിലാക്കപ്പെട്ട മനുഷ്യനാണ് ഫാദർ ടോം ഉഴുന്നാലിൽ. നീണ്ട 18 months ആഫ്റ്റർ 2017 സെപ്റ്റംബർ ആ തടവിന്റെ ലെബനോനിലെ എവിടെ നിന്നറിയത്തില്ല, മാസങ്ങൾ പിന്നിടുമ്പോൾ അവരുടെ തടവിലാക്കപ്പെട്ട സ്ഥലങ്ങൾ മാറും. ഏകദേശം 7-8 സ്ഥലങ്ങൾ മാറിയെന്നുള്ളതും ദീർഘ മൈലുകൾ യാത്ര ചെയ്തു എന്നുള്ളതും കണ്ണുകെട്ടപ്പെട്ട അവസ്ഥയിൽ അച്ഛന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അച്ഛനുള്ള എല്ലാ സാധനങ്ങളും അവർ കവർന്നെടുത്തിരുന്നു. അവർ കൊടുത്തിരുന്നത് അല്പം ഭക്ഷണവും അതോടൊപ്പം തന്നെ കുടിക്കാനായിട്ട് അല്പം ജലവും മാത്രം. അച്ഛൻ വർഷങ്ങളായിട്ട് മെഡിക്കേഷൻ, പ്രത്യേകിച്ച് ഷുഗറിന്റെ മെഡിസിൻ ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അച്ഛന് മെഡിസിൻ പോലും ആ നാളുകളിൽ അന്യം നിന്നുപോയ അനുഭവങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ട അച്ഛൻ നീണ്ട 18 months കഴിഞ്ഞ് 2017 സെപ്റ്റംബറിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ അച്ഛൻ പറയുവാൻ ശ്രമിച്ചൊരു വാചകമുണ്ടായിരുന്നു. Every day I used to celebrate Mass. Every day I used to celebrate Mass without any altar, bread and wine. Every day I used to celebrate Mass in spirit without any altar, wine and bread. ഒരുപക്ഷെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ അതുകൊണ്ടാണ് ദ മോഡേൺ അപ്പോസ്റ്റൽ ഓഫ് ഇന്ത്യ എന്ന് സഭ വാഴ്ത്തുവാനായിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അച്ഛൻ പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ആ തടവറയിൽ ജീവിച്ചിരുന്നത് ഓരോ ദിനവും ഞാൻ അർപ്പിച്ചതായ വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ വിശുദ്ധ കുർബാന ഒരാത്മാവിലുള്ള അർപ്പണമായിരുന്നു. ആൾട്ടർ ഇല്ല, ബ്രെഡ് ഇല്ല, വൈനില്ല, എന്റെ മുമ്പാകെ തക്സയില്ല, വർഷിപ്പ് ബുക്കില്ല, എന്റെ മുമ്പാകെ ഒരുപക്ഷെ ആ ത്രോണോസില് ഉപയോഗിക്കപ്പെടുന്ന ക്രോസ് അവിടെ ഇല്ല, ഞാൻ ഉപയോഗിക്കുന്നതായ ഒരുപക്ഷെ വീശുവാനൊക്കെ അല്ലെങ്കിൽ ധൂപം പോലെ ദൈവസന്നിധി പ്രാർത്ഥനകൾ ഉയരുന്ന ആ ധൂപവർഗങ്ങളില്ല. എങ്കിൽ പോലും ഇൻ സ്പിരിറ്റ് ഐ സെലിബ്രേറ്റഡ് ഹോളി കുർബാന, ആത്മാവിൽ ഞാൻ ആരാധന കഴിപ്പാനായിട്ടിടയായി. സഭയായിട്ട് ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ഞാൻ വിചാരിക്കുന്നു ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തില്. നമുക്ക് ആത്മാവിൽ ഒരു അനുഭവം. എന്നാൽ ഇന്ന് വായിച്ച ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു വ്യക്തിയെ പരാമർശിക്കുന്നു, പക്ഷേ പേര് നമുക്കറിയില്ല, അവരുടെ കുടുംബ പശ്ചാത്തലം നമുക്കറിയില്ല, അവരുടെ പേരൻസിനെ കുറിച്ച് പറയുന്നില്ല, അവരുടെ വീടിനെ കുറിച്ച് പറയുന്നില്ല. അവളെ അറിയുന്നത് ഒരു നാടിന്റെ നാടോടിയായ ഒരു പെൺകുട്ടിയായിട്ട് ആ നാടിന്റെ പേരിനോട് ചേർത്ത് വെച്ച് ശമരിയ പട്ടണക്കാരി ആയതുകൊണ്ട് ശമരിയക്കാരി എന്ന പേര് മാത്രമേ നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. വിവരണമായ ഒരു ജീവിതത്തിന് അടിമപ്പെട്ടു പോയിരുന്ന ഒരു കുട്ടിയായിട്ടാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നമ്മൾക്ക് അവളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രതീക്ഷകളൊക്കെ ഒരുപക്ഷെ അറ്റുപോയിരുന്നത്, ആരെയും കാണുവാനായിട്ട് ആഗ്രഹിക്കാത്തൊരു വ്യക്തി, ആരെ കണ്ടാലും ജീവിതത്തിന്റെ ഉള്ളറയിലേക്ക് മാറുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തി, ജീവിതത്തിന്റെ അത്യാവശ്യത്തിന് വെള്ളം കോരാൻ ഇറങ്ങുമ്പോൾ പോലും ആരും പൊതുനിരത്തിൽ ഇറങ്ങാത്ത നട്ടുച്ചയ്ക്ക് ഒരു വെയിലില് എല്ലാം മാറ്റിവെച്ചിട്ട് ശരീരമാകമാനം പൊതിഞ്ഞു മൂടി ആരാലും കാണാതെ ആരെയും കാണാതെ ഇറങ്ങുവാൻ നിർബന്ധിതയായ ഒരു പെൺകുട്ടി. അങ്ങനെയാണ് ഈ നാടോടി പെൺകുട്ടിയെ ആ നാടിന്റെ പേര് പറഞ്ഞ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്.
പക്ഷെ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ജോൺ ദി ഗോസ്പലിൽ മാത്രമാണ് അവളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജോൺ ദി ഗോസ്പലിൽ മാത്രമാണ് അവളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓർക്കുക, വൺ ഓഫ് ദി ലോങ്സ്റ്റ് ഡിസ്കോഴ്സ് ഇൻ ദി ബൈബിൾ. വേദപുസ്തകത്തിൽ തന്നെ ഇതുപോലെ നീണ്ടതായ ഒരു സംഭാഷണം അത് ദൈവം ഒരാളുമായിട്ടോ യേശു കർത്താവ് ഒരാളുമായിട്ടോ നിർവഹിച്ചു എന്ന് പറയുന്നില്ല. ഇവിടെ 7-ാമത്തെ വാക്യം മുതൽ 42-ാമത്തെ വാക്യം വരെ അവളുമായി നീണ്ട ഒരു ഡിസ്കോഴ്സിന് എന്റെ യേശു കർത്താവ് താല്പര്യപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ തൻ്റെ വലിയ ശുശ്രൂഷയ്ക്കായി ദൈവരാജ്യത്തിന്റെ നിയോഗമായി തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും ദൈവ അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരെ വിളിച്ചാക്കിയെങ്കിൽ അതിന് മുന്നമേ അയക്കപ്പെട്ട ലേഡി അപ്പോസ്ലേറ്റ് ഓർ എ ലേഡി ഇവാഞ്ചലിസ്റ്റ് അങ്ങനെയായിരുന്നു വേദപുസ്തകം പഠിക്കുമ്പോൾ ശമരിയ നാടിന്റെ ഈ നാടോടി പെൺകുട്ടി എന്നുള്ളത് ഓർക്കണം. വേദപുസ്തകം ഒരു ലേഡി ഇവാഞ്ചലിസ്റ്റായി, ഒരു ലേഡി അപ്പോസ്ലേറ്റായി ലോകം അറിയപ്പെടുന്ന 12 അപ്പോസ്റ്റൽസിന് മുമ്പനായി അവളെ വെച്ചു എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഏത് നാടോടിക്കും ദൈവത്തിന്റെ സന്നദ്ധിയില് ഉള്ള വലിയൊരു പ്രിവിലേജ് പ്രിയമുള്ളവരെ, നമ്മെ ഒരുപാട് ശക്തീകരിക്കേണ്ടുന്ന ഒരു ചിന്തയാണ് എന്നുള്ളത് മറക്കണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഒരു യഹൂദനും ഒരു സമര്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് ഒരു യഹൂദ റബി ഒരു സമരിയ സ്ത്രീ എന്ന് മാത്രമല്ല, ലോകത്തിലെ ഒരു സ്ത്രീയോടും പരസ്യമായി ഒരു സ്ഥലത്ത് വെച്ച് സംഭാഷിക്കാനായിട്ട് അനുവാദമില്ല. എന്നാൽ ആ കാലഘട്ടത്തിലാണ് ഇവിടെ യഹൂദ റബ്ബി എന്ന് അറിയപ്പെടുന്നതായ പരാമർശിക്കപ്പെടുന്നതായ യേശു കർത്താവ് നട്ടുച്ച നേരത്ത് സുഖാർ കിണറിന്റെ തീരത്ത് ഓരത്ത് ഈ പ്രിയപ്പെട്ട നാടോടിയുമായി സംസാരിക്കുവാനായിട്ട് ഇടയാകുന്നത് എന്ന് മനസ്സിലാക്കാം. വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. 3 കൊച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് ഷെയർ ചെയ്യട്ടെ. ഒന്ന്, വർഷിപ്പ് ഈസ് എ ഡിവൈൻ ഹ്യൂമൻ കമ്മ്യൂണിയൻ. സ്വർഗവും ഭൂമിയും ബന്ധിക്കുന്ന, ദൈവവും മനുഷ്യനും ബന്ധിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന മനുഷ്യൻ മാത്രം കൂടി വന്നാൽ സാധ്യമാകുന്നില്ല. കോവിഡിന്റെ കാലങ്ങളിൽ സാറ്റർഡേ സൺഡേ ലോക്ക്ഡൗൺ ആണ്. ഈ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നു, ആളുകൾ കൂടി വരുന്നത് അനുവദിക്കായിക കൊണ്ട് സാറ്റർഡേ സൺഡേ ലോക്ക്ഡൗൺ, ആരാധന കൂടിവരവുകൾ അതുകൊണ്ട് അനുവദിക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചോളം സൺഡേ വർഷിപ്പ് ഈസ് എ ഗാദറിംഗ് ഓഫ് ദി പീപ്പിൾ, ഗാദറിംഗ് ഓഫ് എ ക്രൗഡ്. അവർക്ക് അത്രേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തൂടെ ഞാൻ പറയുകയാണ്, ഇത്രയും നാള് കേരളത്തിൽ ആരാധിച്ചിട്ടും ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടി വരുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമാണ് നമ്മളെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആളുകൾ കൂടി വരുന്നത് കൊണ്ട് സിനിമാ തിയേറ്ററുകൾ, മറ്റ് പൊതുസ്ഥലങ്ങളെ പോലെ ആരാധനകളെയും ഞങ്ങൾ സൺഡേ വർഷിപ്പിനെയും ഞങ്ങൾ നിരോധിക്കുന്നു എന്ന് ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിൽ നമ്മളാണോ പരാജയപ്പെട്ടത്, അതോ അവരുടേതായ ജീവിതത്തിന്റെ ചില തിരിച്ചറിവില്ലായ്മയാണോ ഈ തീരുമാനത്തിന്റെ പിന്നിലെന്ന് ശാന്തമായിട്ട് ഓർക്കണം. അതെന്റെ വിഷയമല്ല. എന്നാൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയാണ് നമ്മുടെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്. 7 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രം ഇന്ന് നമ്മുടെ മുമ്പാകെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ ചിന്ത എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ഒരു ദൈവീയ അവബോധത്തിലുള്ള നമ്മുടെ വളർച്ചയാണ്. ഒരു grow in God consciousness. That is worship. Worship is grow in God consciousness. ദൈവത്തോടുള്ള ഒരു അവബോധത്തിലുള്ള ഒരു വളർച്ചയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നട്ടുച്ച നേരത്തെ തമ്പുരാൻ കുടിക്കാൻ വെള്ളമാണ് ചോദിക്കുന്നത്. അവൻ ദാഹിച്ചു എന്നും അവൻ ക്ഷീണിച്ചിരുന്നു എന്നും ദൈവവചനത്തിൽ യോഹന്നാൻ പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദാഹം, ഈ ദാരിദ്ര്യം ഒരു മാനുഷികതയിൽ ഉണ്ടായത് തന്നെ എന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രനും മനുഷ്യപുത്രനും ദാഹിച്ചു.
ദാഹിച്ച് കിണറിന്റെ കരയിൽ വരുമ്പോൾ അവിടെ ഇതാ നട്ടുച്ച നേരത്തെ പ്രത്യേകമായ ജീവിതത്തിന്റെ സാഹചര്യത്തില് മതബോധനത്തില് പശ്ചാത്തലത്തില് ആരെയും കാണാതിരിപ്പാൻ നട്ടുച്ച പൊള്ളുന്ന വെയിലില് വെയിലില് അവൾ ഇറങ്ങി വരികയാണ്. കുടിവെള്ളം അത്യാവശ്യമല്ലേ, കുടിവെള്ളം ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ആ കുടിവെള്ളം സംഭരിപ്പാനായിട്ട് ഇറങ്ങി വരികയാണ്. അവൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതാ ദാഹത്തിന് ശമനമായിട്ട് വെള്ളം ചോദിക്കുകയാണ്. മനുഷ്യപുത്രൻ വെള്ളം ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ മൊഴിയുന്നു, നീ ഒരു യഹൂദ റബിക്ക് ശമരിയക്കാരത്തിയോട് ഇത് ചെയ്യാൻ സാധിക്കും? എങ്ങനെയാണ് ആ ചിന്തകളിൽ എങ്ങനെയാണ് സാധ്യമാകുന്നത്? തീർന്നില്ല. അവിടെ പറയുവാൻ ശ്രമിക്കുന്ന ആ ചിന്ത നോക്കണം. ആദ്യം പറയുന്നു, നീ ഒരു യഹൂദൻ, യു ആർ എ ജ്യൂ, യഹൂദൻ. അത് കഴിഞ്ഞ് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വെള്ളത്തെക്കുറിച്ചൊക്കെ കുറെ കൂടെ വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ടിടയാകും. ആ എത്തിച്ചേരുന്ന പശ്ചാത്തലത്തിൽ ചോദിക്കുന്നുണ്ട്, യു ആർ മൈ മാസ്റ്റർ, നീ എന്റെ യജമാനനെ നീ പറ. ആദ്യത്തെ ഒരു യഹൂദൻ എന്നുള്ള തലത്തിൽ നിന്ന് ഒരുപക്ഷെ യജമാനൻ എന്നുള്ളതായ ഒരു വിളിയിലേക്ക് അവൾ ഒരവബോധത്തിലേക്ക് വരിക. തീർന്നില്ല. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളെ അവിടെ പ്രവാചകൻ വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടതൊക്കെ അറിയുന്ന ഒരുവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുന്നു, യു ആർ എ പ്രോഫറ്റ്, നീ ഒരു പ്രവാചകനാണ്. ഇപ്പോൾ യു ആർ എ പ്രോഫറ്റ് എന്ന് തിരിച്ചറിയുക. അവിടെയും തീർന്നില്ല. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യു ആർ ദ മസിയ. യഹൂദന്മാരെ സംബന്ധിച്ചോളം പാലസ്തീൻ നാടിന്റെ ആ സ്വപ്നങ്ങളില് പഞ്ചഗ്രന്ഥങ്ങളെ തങ്ങളുടേതായ ഭാഷയിൽ വിശ്വസിച്ചിരുന്ന ശമരിയക്കാരനെയും സംബന്ധിച്ചിടത്തോളം മശിഹായുടെ വരവ് യഹൂദനും ശമരിയനും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. അവൾക്ക് മതബോധനമൊക്കെ ചെറുപ്പകാലങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ നല്ല തെളിവിൽ അവൾ പറയുകയാണ്, ആ മശിഹ ഇതാ നിന്നിൽ ഞാൻ കാണുകയാണ്. അവിടെയും തീർന്നില്ല. 28 വേഴ്സിൽ വരുമ്പോൾ പറയുന്നു, എന്റെ ജീവിതത്തിന്റെ സകലവും എന്നോട് പറഞ്ഞ ക്രിസ്തുവായിരിക്കും അത്, യു ആർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിയ നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് മഹത്വമുണ്ട്, അനുതാപമുണ്ട്, സ്തോത്രമുണ്ട്, സീരീസ് ഓഫ് പ്രേയേഴ്സ്, ശ്രദ്ധയുണ്ട്, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ വിശുദ്ധ കുർബാനയുടെയൊക്കെ സ്ഥാപന വാക്കുകളുണ്ട്, നമ്മുടെ മെസ്സേജ് ഉണ്ട്, ദൈവവചന പഠിപ്പിക്കലുകളുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, റിസറക്ഷന്റെ അല്ലെങ്കിൽ ആ സ്വർഗാരോഹണത്തിന്റെ അതിലാണ് അവസാനിക്കപ്പെടും നമ്മുടെ വിശുദ്ധ കുർബാന. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഈ എലമെന്റ്സ് എല്ലാം കടന്നു വരാറുണ്ട്. എപ്പോഴും സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, നീരയുണ്ട്, പ്രാർത്ഥനയുണ്ട്, മത്സ്യപ്രാർത്ഥനയുണ്ട്, യാചനകളുണ്ട്, ദൈവമഹത്വമുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനയിലും കടന്നു വരാറുണ്ട്. ഒരു ദൈവീയ അവബോധത്തിന്റെ വളർച്ച, എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു ദൈവീയ അവബോധത്തിന്റെ വളർച്ചയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആരാധന എന്ന് പറയുന്നു. അതുകൊണ്ട് ആരാധന ഇവിടെ ഷി ഹാസ് ഗ്രോൺ ഇൻ ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ പോലെ ആരാധന ദൈവീയ ബോധങ്ങളില് നമ്മെ വളർത്തുന്നതിന് മുഖാന്തരമായി തീരണം. ദൈവീയ ബോധത്തിൽ നമ്മെ വളർത്തുന്നതിന് മുഖാന്തരമായിട്ട് ആരാധനകൾ തീരുവാനിടയാകണം. എന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എല്ലാം അർപ്പിച്ചിട്ട് അവന്റെ ആ മൈറ്റി പവർ, അവന്റെ ആ ഗ്രേസ് അതിൽ പൂർണ്ണമായി ഉറച്ചിട്ടിതാ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുന്നു എന്ന് പോലും പറയുവാൻ ആരാധന വിട്ടിറങ്ങുമ്പോൾ നമുക്ക് സംഗതിയാകേണ്ടത് ആവശ്യം. എൻ്റെ ജീവിതത്തിന്റെ വ്യാപാരങ്ങളിലേക്ക് ഞാൻ ആ ദൈവിക ശക്തിയോടെ നിൽക്കുന്നു, ആ ദൈവിക ബോധനത്തിന്റെ ഉൾക്കാഴ്ചയോടെ നിൽക്കുന്നു എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാകണം നമ്മുടെ വർഷിപ്പ്. Then only it becomes a worship in spirit and truth. Number 2, worship creates self-awareness. ഈ ഒരു പ്രത്യേക ഭാഗത്ത് അതിന്റെ ഒരു 15th വേഴ്സ് 16th വേഴ്സിലേക്കൊക്കെ വരുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് അവളോട് പറയുന്ന ആ പ്രത്യേകമായ ഒരു ഭാഗം. പെട്ടെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവ് അല്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ 2 തലം ഇവിടെ ഓർക്കേണ്ടത് ആവശ്യം. ജസ്റ്റ് പറഞ്ഞു പോകുന്നു, അതെന്റെ മെയിൻ വിഷയമല്ല. ഒന്നൊരു ബിബ്ലിക്കൽ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഈ ശമര്യർക്ക് 5 ഗോത്രങ്ങളുമായിട്ട് വിവാഹബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു. യഹൂദന്മാര് വിവാഹബന്ധങ്ങളിലും
അതോടൊപ്പം മതബോധനത്തിന്റെ വിശുദ്ധികളിൽ ഭയങ്കര കൺസർവേറ്റീവ്സ് ആയി. എന്നാൽ ശമര്യരെ സംബന്ധിച്ചോളം അവരൊരു സങ്കരവർഗം, ഒരു മിശ്ര ജാതി എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അവർക്ക് 5 കമ്മ്യൂണിറ്റികളുമായിട്ട് ഒരു പക്ഷേ മാരേജ് റിലേഷൻസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ 5 ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ യാഹ്വേ മാത്രമല്ല, നിനക്ക് 5 ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നുള്ളൊരു ബിബ്ലിക്കൽ ഹിസ്റ്റോറിക്കൽ ഒരു ടീച്ചിങ് ഇതിന്റെ പിന്നിലുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ഒരു തിയോളജിക്കൽ ടീച്ചിങ് ആണ്. ആ ടീച്ചിങ് എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ നമുക്കറിയാമല്ലോ, അതിന് തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഒരു കുടുംബ ജീവിതത്തിലെ പ്രവേശിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യ, എന്തൊരു സന്തോഷ, മധുവിധുവിന്റെ നാളുകൾ എന്നൊക്കെ മലയാളികൾ പേരിട്ടിരിക്കുന്നത് ആരംഭ നാളുകളെ, ഹണിമൂൺ. അവിടെ പറയുന്നു, നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീ ഇല്ല, ഈ ലോകത്തിൽ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, നീ മരിച്ചാലല്ലാതെ ഞാൻ മരിക്കില്ല, നീ ജീവിച്ചാലല്ലാതെ ഞാനും ജീവിക്കില്ല എന്നൊക്കെ പറയുന്ന തലമുണ്ട്. രണ്ടാമത് പിന്നീട് ഒരു കുഞ്ഞു പൈതലൊക്കെ ആയി കഴിയുമ്പോൾ ജീവിതത്തിന് മോർ റെസ്പോൺസിബിലിറ്റീസ്, കുറെ കൂടി പരസ്പരം മനസ്സിലാക്കുന്നു, ആദ്യ സ്നേഹമൊക്കെ തണുത്ത് തുടങ്ങുന്നു. അവിടെയൊക്കെ ഉണ്ടാകുന്ന ജീവിതത്തിന്റെ അനദർ സ്റ്റേജ്. ദെൻ ജീവിതത്തിന്റെ ഒരു മധ്യവയസ്ക അനുഭവത്തിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി കടപ്പാടുകളും ഒത്തിരി ജീവിതത്തിന്റെ മറ്റ് തലങ്ങളും ഒക്കെ അവിടെയും കടന്നു വരാറുണ്ട്. അങ്ങനെ ലൈഫിന്റെ ഒരു ഫാമിലി ലൈഫിൽ തന്നെ പല ഘട്ടങ്ങളും, ഈ പല ഘട്ടങ്ങളിലെ ഉള്ളൊരു ഹസ്ബൻഡ് വൈഫ് ബോണ്ടിന് ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നാൾ ദൂരം കഴിയുമ്പോൾ ആ ബന്ധത്തിൽ മുതിർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനകത്തൊക്കെ പല സ്റ്റേജുകൾ സംഭവിക്കപ്പെട്ടു മാറും. ഇവിടെ ഒരു പക്ഷേ അവൾക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് മാത്രം ചിന്തിക്കണമെന്നില്ല. അവളുടെ ജീവിതത്തിന്റെ ഈ ഫാമിലി ലൈഫിന്റെ ഹസ്ബൻഡ് വൈഫ് ആ സ്റ്റേജിന്റെ 5ാമത്തെ സ്റ്റേജും പിന്നിട്ട് കഴിഞ്ഞു എന്ന് പ്രായോഗികമായിട്ട് ചിന്തിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല നമ്മുടെ പ്രധാന വിഷയം. ഇവിടെ അവളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവത്തെ കുറിച്ച് ഇവിടെ തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് അവളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക, ഒരു സ്വയബോധത്തിലേക്ക് അവളെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. വർഷിപ്പ് ഓൾവേസ് മെൻ ടു അവെയർ അബൌട്ട് അവേഴ്സെൽസ്, നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് തന്നെ തിരിച്ചറിയുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് നമ്മുടെ ആരാധന. അതുകൊണ്ടാണ് ഈ നമ്മുടെ ചിന്തയില് കുറെ കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആരാധനകളിൽ ദൈവമേ നിന്റെ മുഖം കാണുവാൻ, ദൈവമുഖം കാണുവാനായിട്ട് നമുക്കിടയാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കുന്നു. ഈ കേരളത്തിന്റെ ചിന്താഗതികളിൽ ശ്രീനാരായണ ഗുരു ഈ ഒരു മർമ്മം മനസ്സിലാക്കിയ ഒരു മനുഷ്യനായി. ശ്രീനാരായണ ഗുരു തന്റെ ദൈവീയ പ്രതിഷ്ഠകളിലൊക്കെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു മിററാണ് പ്രതിഷ്ഠ. ആ മിററിന്റെ മുമ്പാകെ മനുഷ്യൻ നിൽക്കുമ്പോൾ അവനെ ദൈവത്തിന്റെ സ്ഥാനത്ത് വെക്കണമെന്നല്ല അദ്ദേഹം പഠിപ്പിച്ചത്, മറിച്ച് പൂജകൾക്കായി, ആരാധനകൾക്കായി, പ്രാർത്ഥനകൾക്കായിട്ട് കടന്നു വരുമ്പോൾ അവനെ തന്നെ ദൈവം മുമ്പാകെ കാണണം. ദൈവത്തിന്റെ പൂർണ്ണതയുടെ മുമ്പാകെ അവന്റെ ജീവിതത്തെ വെച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികൾ നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഊനങ്ങളെ തിരിച്ചറിയുവാനായിട്ടിടയാണ്. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ സൽഗുണപൂർണൻ നീ ആകേണ്ടതാണെന്ന് പറയുമ്പോൾ ആ പൂർണ്ണതയിലേക്കുള്ള ഇന്നെന്റെ പ്രയാണം എവിടെ എത്തി എന്ന് ചിന്തിക്കപ്പെടുവാനിടയാണ്. എവിടം വരെ എത്തി നിൽക്കുന്നു? അതുകൊണ്ട് ഈ ഭാഗത്തൊരു സെൽഫ് അവെയർനെസ് വളരെയധികം അത്യാവശ്യമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ കമ്മ്യൂണിയനാണ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിയനിലൂടെ നമ്മുടെ ദൈവത്തിനുള്ള ബോധങ്ങളിൽ വളരുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ സ്വയ അവബോധങ്ങളിലും എനിക്ക് തിരിച്ചറിവുകൾ ലഭിക്കാനായിട്ട് ഇടയാകണം ഒരു ആരാധന. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങിയ 27 വർഷം മുമ്പ് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ആരാധനയൊക്കെ വില്ലേജ് പാരീഷിൽ അനുഷ്ഠിക്കുമ്പോൾ, കുർബാനയൊക്കെ അനുഷ്ഠിക്കുമ്പോൾ തിരിഞ്ഞ് ജനത്തെ വണങ്ങുന്ന സമയത്തൊക്കെ ചട്ടയും മുണ്ടും ഉടുത്ത അമ്മമാര് മുമ്പിൽ ഇരുന്നിട്ട് കരയുന്ന കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ. ആരാധനയുടെ മധ്യത്തിൽ അവർ കരയുമായിരുന്നു. അവരുടെ വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും വേറെ രീതിയിൽ പ്രകടിപ്പിക്കാൻ ഒരു ഔട്ട്ലെറ്റ് അവർക്ക് ആ കാലഘട്ടങ്ങളിൽ ആരാധനയല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു
എന്ന് ഞാൻ അന്നും ഇന്നും തിരിച്ചറിയുന്നു. ഒരു കുർബാനയിലെ അമ്മമാരുടെ എത്രയോ കണ്ണുനീരുകൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായി എൻ്റെ 27 വർഷത്തിന്റെ ആ 3 പതിറ്റാണ്ടിന്റെ ഒരു ആരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ്. പ്രിയമുള്ളവരെ, ഒരു അനുതാപത്തിന്റെ അത് ആ കാലഘട്ടങ്ങളിൽ അതൊരു അനുതാപത്തിന്റെ കണ്ണുനീര് മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ അഭയാചനകള് വേദനകളെല്ലാം ഇറക്കി വെക്കുക. എന്നാൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വയ അവബോധത്തിൽ നമ്മെ തന്നെ വളർത്തുന്നതിന് ഇടയായിത്തീരും. ഇന്നത്തെ 1-ാം ഭാഗം അതുകൊണ്ടാണ് ഐസിയ ചാപ്റ്റർ 6. അവിടെ ദൈവീയ ആരാധനയുടെ മഹത്വത്തിൽ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു ജനത്തിന്റെ മധ്യത്തിൽ ഞാനും പാർത്തു പോകുന്നു എന്ന് ഭക്തനായ പ്രോഫറ്റ് ഐസിയ ആ ഭക്തന് പറയേണ്ടി വന്നു എങ്കിൽ ഒരാരാധനയിൽ നിൽക്കുമ്പോൾ എത്ര വട്ടം കുനിഞ്ഞു വീണാലാ കുമ്പിട്ടാലാ നമുക്ക് ആരാധന വർഷിപ്പ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് സാധ്യമായി തീരുന്നത് എന്ന് വീണ്ടും ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്പർ 3, ആരാധന ഞാൻ പറയട്ടെ, വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അതിലേക്ക് തന്നെ നമ്പർ 3 മൂന്നാമത്തെ ചിന്ത വരികയാണ്. ഇവിടെ ഈ സംഭാഷണം വീണ്ടും നീളുകയാണ്. തുടങ്ങിയത് വെള്ളം ചോദിച്ചുകൊണ്ടാണ്. എന്നാൽ നിത്യജീവന്റെ വെള്ളം, നീരുറവയുടെ ഇടം, അത് കഴിയുമ്പോൾ ആരാധനയിൽ തന്നെ ഒരു സ്വയ അവബോധത്തിന്റെ ഒരിടം. തീർന്നില്ല, അത് കഴിയുമ്പോൾ ഇതാ ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ മലയിലോ ഈ മലയിലോ അല്ല, സത്യത്തിലും ആത്മാവിലുമാണ് ആരാധന ഉണ്ടാകേണ്ടതെന്ന് പഠിപ്പിക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ശമര്യര് ആരാധിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഒരു മെയിൻ വർഷിപ്പിംഗ് പ്ലേസ്, വർഷിപ്പിംഗ് ടെമ്പിൾ ഇൻ ഗെറിസീം ടെമ്പിൾ, ഗെറിസീം മൗണ്ട്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചോളം അവരുടെ പെരുന്നാളുകളുടെയൊക്കെ ശ്രദ്ധാ കേന്ദ്രം പറയുന്നത് ജെറുസലേം ടെമ്പിൾ, ദ മൗണ്ട് ഓഫ് സയൺ. അപ്പോൾ ഈ ഒരു വ്യത്യസ്തത, ഒരു മതബോധനം ചെറുപ്പകാലങ്ങളിൽ ലഭിച്ച ശമരിയക്കാരത്തേക്ക് വ്യക്തമായിട്ട് അറിയാം. ആ നാടോടി പെണ്ണ് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു, നിന്റെ ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാ നിന്നെ ആരാധിക്കാൻ? നൗ യു ആർ ദ മസിയ, നൗ ഐ റിയലൈസ് ദാറ്റ് യു ആർ എ ക്രൈസ്റ്റ്. ഈ ആരാധനയിൽ നിന്നിൽ ഞാൻ വളർന്നു കഴിഞ്ഞു, എന്നിൽ നീ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ തമ്പുരാനെ, എനിക്ക് സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിക്കാതെ മടങ്ങിപ്പോകാനൊക്കില്ല. എൻ്റെ ആയുസിന്റെ ഇനിയുള്ള നാളുകൾ മുഴുവൻ നിന്റെ ആരാധനക്കാരിയായിട്ട് ഞാൻ ജീവിക്കും. അവളൊരു ഡിസിഷൻ അവിടെ എടുക്കുകയാണ്. ആ ഡിസിഷന്റെ വെളിച്ചത്തിലാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിക്കാനായിട്ടിടയാണ്. അവിടെയാണ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓർ പ്രയർ, that doesn't matters, the spirit of worship matters, the spirit of worship matters. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയേണ്ടതാണ്. അതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ഒരു ചർച്ചിനോ ഒരു ചർച്ച് ബിൽഡിങ്ങിനോ ഒട്ടും സാങ്കത്യമില്ല എന്നുള്ളതല്ല. ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം 2nd സൺഡേ മുതൽ എല്ലാം രാവിലെയും ഞാൻ എൻ്റെ മൊബൈലും എടുത്ത് എൻ്റെ തക്സായും എൻ്റെ ബൈബിളും എൻ്റെ പാഠപുസ്തകവും എടുത്തിട്ട് നന്ദൻകോട് ജെറുസലേം മർത്തോമാ ഇടവകയുടെ മധുബഹയിലേക്ക് ഞാൻ പ്രവേശിക്കും. കർട്ടൻ മാറ്റാറില്ല, ലൈറ്റും ഒക്കെ ഇട്ട് അതിനകത്ത് പുലാത്തീനിലെ ഓൺലൈൻ കുർബാനയിൽ ഞാൻ പങ്കുചേരും. എന്റെ മെത്രാപ്പൊലീത്തയോടൊപ്പം ഞാനും ആ വിശുദ്ധ കുർബാനയിൽ അദ്യോടന്തം ചൊല്ലിക്കൊണ്ട് തന്നെ പങ്കുചേരുന്ന ഒരു ശൈലി എനിക്കെന്തോ, ഞാൻ അങ്ങനെയാണ് ഈ നാളുകളിൽ ആരാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ജനം ആരാധനാലയത്തിൽ ഇല്ലല്ലോ, എൻ്റെ ജനത്തിന് ഈ ആരാധന എന്തേ നീ അന്യം നിർത്തുന്നത് എന്നൊരു 100 വട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. എനിക്ക് കഴിഞ്ഞ വർഷത്തെ കോവിഡ് കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ആലയത്തിന്റെ ശൂന്യതയും ഒരാലയത്തിന്റെ വേദനയും എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായില്ല. ഞാൻ അരമനയിൽ പാർത്തുകൊണ്ട് അരമനയുടെ ചാപ്പൽ അവിടെ ആരാധനയ്ക്ക് മുടക്കമില്ലായിരുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരുന്നു, ഒരു ശുശ്രൂഷയായിരുന്നു, ഒരു ഡയസിഷൻ സെക്രട്ടറി, ബിഷപ്പ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആലയത്തിന്റെ ശൂന്യത ഞാൻ നേരിട്ട് എൻജോയ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നില്ല. എന്നാൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഈ ശൂന്യത ഞാൻ ഒരു 100 വട്ടം ദൈവത്തോട് പറഞ്ഞു. അപ്പോഴൊക്കെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. എന്നാൽ ഇന്ന് ഞാൻ രാവിലെ ഒരു 9:38 അല്ല 10:38 9 o'clock തുടങ്ങിയ കുർബാന 10:38 പൂർത്തിയായല്ലോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാ ആ വലത്തുവശത്തെ വാതില തുറന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവിടെ പടിയിൽ ഒരു സ്ത്രീ ഇരിക്കും.
ഞാൻ ആ സ്ത്രീയെ കണ്ട ഉടനെ ഒന്ന് ചിരിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ ചോദിച്ചു, അമ്മ എവിടുന്ന് വരുന്നു? അമ്മ പറഞ്ഞു, ഞാനൊരു കത്തോലിക്കത്തിയാ. ഞാൻ ഇതിലേക്കൂടെ പോയപ്പോൾ ഈ പള്ളിയാണ്, അതുകൊണ്ട് തന്നെ പള്ളിക്കകത്തോട്ടൊന്ന് കയറിയതാ. ഈ ഗേറ്റ് തുറന്ന് ഇതിനകത്തോട്ടൊന്ന് കയറിയത്, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ വരാന്തി ഇരുന്നപ്പോൾ അകത്തൊരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായി. അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരങ്ങ് മടങ്ങി പോവുകയും ചെയ്തു. എന്നെ ഇതൊരു വല്ലാതെ സ്പർശിച്ചു. വർഷിപ്പിംഗ് പ്ലേസ് അന്യപ്പെട്ടു പോകുന്ന ഒരു സമയത്ത്, എന്നാൽ എൻ്റെ പ്രാർത്ഥന ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ആ എവിടെ നിന്നോ കയറി വന്ന സ്ത്രീ പറഞ്ഞത്, അച്ഛൻ പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു എന്നല്ല അവൾ പറഞ്ഞത്. ആ അമ്മ പറഞ്ഞത് എന്നെ വല്ലാതെ പിന്നീട് ഓർത്തപ്പോൾ സ്പർശിച്ചു. അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ പറഞ്ഞു. എന്താ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഗോഡ്, ഇവിടെ ദൈവം പറഞ്ഞു, ഈ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് വർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. സത്യ ആത്മാവാകുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അതാണ് യഥാർത്ഥ ആരാധന. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആരാധനയാണ് തുറന്ന ദൗത്യത്തിന് നമ്മെ സജ്ജീകരിക്കുന്നത്. ഈ ഒരു ആരാധനയാണ് ജീവിതത്തിന്റെ ഏത് രംഗത്തായിട്ട് അവൾ ദേശമൊക്കെ പിന്നീട് നടന്ന് ആ ജനതയെ മുഴുവൻ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് അതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്ക് നമ്മൾ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെയൊക്കെ ഒരു ദൈവബോധം കൊണ്ട് നിറയപ്പെടുവാൻ we need a worship in truth and spirit. അതിന് ദൈവാത്മാവിടയാക്കട്ടെ. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആരാധനകൾക്ക് സ്തുതികൾക്ക് യോഗ്യനാകുന്ന നല്ല കർത്താവേ, നല്ല ദൈവമേ, സുന്ദരമായ ആരാധനയുടെ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ സന്ധ്യായാമത്തോട് അടുക്കുമ്പോഴാണ് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഈ കോമൺ പ്രയറിന് അടുത്ത് വരുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടെ ആരാധന കഴിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാറ്റുക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരുണ്ട്, ഭൂമിയിൽ നിന്ന് ആരാധിക്കുന്നവരുണ്ട്. നിന്നിൽ മറഞ്ഞിരിക്കുന്നവരും വെള്ളവസ്ത്രധാരികളായിട്ട് സ്വർഗീയോന്നതങ്ങളിൽ അവിടെ നിന്ന് ആരാധന കഴിക്കുന്നു. അവൻ പരിശുദ്ധൻ 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 എന്ന് മലാഖമാരോട് ചേർന്ന് ആർത്തു വിളിക്കുന്നു. ഈ ഭൗമികതയിലും കർത്താവെ, ഞങ്ങൾ ആരാധന കഴിക്കുമ്പോൾ ഞങ്ങൾക്കും ദൈവിക സാമീപ്യത്തിൽ എന്തെന്നില്ലാത്തൊരു ദൈവാനുഗ്രഹവും ദൈവബോധവും ആ ഒരു ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ മേൽ നിറയപ്പെടും. ഇന്ന് ആരാധനയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ടെല്ലാം നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. വചനത്തിൽ വിരചിതമായ നാടോടി പെൺകുട്ടിയോടുള്ള യേശുവേ അങ്ങയുടെ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധന ദൈവിക മനുഷ്യ സംഭാഷണമാണെന്ന്, ദൈവിക മനുഷ്യ സംഭാഷണമാണെന്ന്, ഒരു മനുഷ്യന്റെ കൂടിവരവ് മാത്രമല്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. കർത്താവേ, ആരാധന ദൈവമേ ഞങ്ങളുടെ ജീവിതത്തില് ദൈവനമ്പുരാൻ ഇന്ന് ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഒരു സ്വയാപബോധത്തിന്റെ വളർച്ച. എൻ്റെ പ്രിയന്റെ കരങ്ങളിലെ പൈതലാണ് ഞാനെന്നും എൻ്റെ പ്രിയന്റെ കരങ്ങളിലെ ആ ഇണങ്ങിയ ആയുധമാണ് ഞാനെന്നും എൻ്റെ പ്രിയന്റെ കരങ്ങളിലെ എല്ലാ വളർത്തപ്പെടലുകൾക്കും എനിക്ക് അവകാശമുണ്ടെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്ന സ്വയാപബോധത്തിന്റെ ഉണർത്തുപാട്ടിനായിട്ട് നന്ദിയോട് സ്തോത്രം. ആരാധന ആത്മാവിലും സത്യത്തിലും ആത്മാവായ ദൈവത്തിനെ സത്യാത്മാവേ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവേ, ദ സ്പിരിറ്റ് മാറ്റേഴ്സ് എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിപ്പാൻ കർത്താവെ ഇന്നും എന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി അടിയന്റെ ജീവിതത്തില് വചനം അറിയിച്ചത് ഈ ആരാധനയുടെ ആത്മാവിൽ സത്യപ്പെടുന്നതിന്, നിന്റെ മക്കൾ ഇത് ശ്രവിച്ചത് ആരാധനയുടെ ആത്മാവിൽ പ്രശോഭിതമാകുന്നതിനും കാരണമാക്കിയെങ്കിൽ സ്തുതി യേശു തിരുനാമത്തിൽ തന്നെ. ആമീൻ. താങ്ക് യു. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അനൗൺസ്മെന്റ്സ് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഗ്രേസി വർഗീസ് ആന്റിയുടെ സംസ്കാര ശുശ്രൂഷ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 22nd ട്യൂസ്ഡേ 8:30 ഭവനത്തിൽ ഭൗമിക ശരീരം കൊണ്ടുവരികയും ഇവിടെ കുറവങ്കോണം വെസ്റ്റിലുള്ള കണ്ടത്തിൽ ഭവനത്തിൽ ഭൗമിക ശരീരം കൊണ്ടുവരികയും 10:30 ഭവനത്തിൽ വെച്ചുള്ള സർവീസ് ആൻഡ് 11 o'clock ചർച്ചിലെ സർവീസ്, ദെൻ മലമുകൾ സെമിറ്ററിയില്
അടക്കം നടത്തപ്പെടുകയും ചെയ്യുന്നതാണ്. നമ്പർ 2, നമ്മുടെ മൺഡേ നൈറ്റ് പ്രയർ ഈ മൺഡേയിലും ഉണ്ടായിരിക്കും. 6:30 നടത്തപ്പെടുന്നതാണ്. എല്ലാവരും ആ പ്രാർത്ഥനയിലും പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. നമ്പർ 4, നമ്മുടെ ജെയിംസ് സി സേവിയ സംഘത്തിന്റെ പ്രയർ തേഴ്സ്ഡേ 5 o'clock നടത്തപ്പെടുന്നുണ്ടല്ലോ. സെവിയ സംഘാംഗങ്ങൾ താല്പര്യത്തോടെ, പ്രത്യേകിച്ച് വെരി സീനിയേഴ്സ്, അതിൽ സംബന്ധിക്കുന്നതിലുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ നാളുകളിൽ നല്ല സർപ്രൈസ് ക്ലാസ്സുകൾ ഒക്കെ ക്രമീകരിക്കുന്നുണ്ട്. മെയിൻലി ഹെൽത്ത് ക്ലാസ്സുകൾ, ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ അതിനകത്ത് ഒപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതില് പ്രിയപ്പെട്ട സെവിയ സംഘാംഗങ്ങളൊക്കെ സംബന്ധിക്കണം. എന്നാൽ ഈ തേഴ്സ്ഡേയിൽ 4 o'clock സെവിയ സംഘത്തിന്റെ ഒരു കമ്മിറ്റിയും കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയിക്കും. 4 o'clock ഈ തേഴ്സ്ഡേയിൽ സെവിയ സംഘത്തിന്റെ കമ്മിറ്റിയും സൂമില് ഓൺലൈൻ ഈ വെബെക്സിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടുന്നതായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ ട്രിവാൻഡ്രം സെന്റർ സെവിയ സംഘം അതിന്റെ പുതിയ വർഷത്തെ പ്രോഗ്രാം ഇനാഗുറേഷൻ അത് 22nd ട്യൂസ്ഡേ മോർണിംഗ് ടൈമിൽ നിർവഹിക്കപ്പെടുന്നതാണ്. അതിന്റെ സൂം ലിങ്ക് ഒക്കെ നമ്മുടെ സെവിയ സംഘത്തിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട എലിസബത്ത് മാത്യു ആൻറ്റി എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് തരുന്നതാണ്. സെവിയ സംഘാംഗങ്ങൾ അതിലും സംബന്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ അറിയിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലി സർവേയെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിന് മറുപടി തരാനായിട്ട് ശ്രമിക്കാം. ഫാമിലി സർവേ 21 കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ 168 ഫാമിലീസ് അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. അത് ഈ സമയത്ത് അറിയിക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് കരുതട്ടെ. കേൾക്കാമോ? താങ്ക് യു. യെസ്, ഓക്കെ, താങ്ക് യു. എന്നാൽ ഇപ്പോൾ ക്ലോസിംഗ് പ്രയർ ജോൺ സി ചെറിയാൻ സാറ് ക്ലോസിംഗ് പ്രയർ കേൾക്കാമോ? ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സൗഖ്യത്തോടെ ജീവനുള്ള ദേശത്ത് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കിയ കർത്താവേ, കോവിഡിന്റെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ വെബെക്സ് പ്ലാറ്റ്ഫോം വഴി കോമൺ പ്രയർ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കൂടുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി. പല ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവെ അവിടുത്തെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ് കർത്താവെ. ഞങ്ങൾ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന ഭൗതിക തലങ്ങളിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയായി മാറാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധന സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യനും ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവെ ഞങ്ങളിൽ സെൽഫ് അവയർനെസ് ഉണ്ടാക്കുവാൻ സഹായിക്കണമേ, ഞങ്ങളിൽ അവബോധമുണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ തകരാറുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കർത്താവെ ശരിയായ ആരാധന നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവിടുന്ന് ശക്തിയും അനുഗ്രഹവും പ്രാപിച്ച് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള സാക്ഷികളായി, വ്യക്തികളായി, കുടുംബമായി, സഭയായി ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഫാദേഴ്സ് ഡേ ആയി കർത്താവെ ഓർക്കുവാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തിനായി സ്തോത്രം. എല്ലാ പിതാക്കന്മാരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു.
പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവയിലെ എല്ലാ പിതാക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ലോകത്തിന് വേണ്ടിയും കർത്താവെ രാജ്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടിയും ഞങ്ങൾ കർത്താവെ മധ്യസ്ഥ ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയങ്ങൾ കർത്താവെ തുറന്ന് കർത്താവെ ആരാധന നടത്തുവാൻ തക്കവണ്ണം എത്രയും പെട്ടെന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ സ്കൂളിൽ പോകുന്നതിനോ സൺഡേ സ്കൂളിൽ പോകുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവെ അവരെ എത്രയും പെട്ടെന്ന് കർത്താവെ സ്കൂളിൽ പോയി പഠിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുന്നു. കർത്താവെ, അവർക്ക് ആവശ്യമായ ജോലി തക്ക സമയത്ത് ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ ആഴ്ചകളിലൊക്കെ പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പ്രയത്നത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലിക്കായി ആഗ്രഹിക്കുന്ന, വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അവരെ കൃപ തോന്നി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ബർത്ത്ഡേ അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം തരുന്ന ആയുസ്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് ഒരു ദിവസം കർത്താവെ ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങൾക്ക് നീട്ടിത്തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും വാക്സിൻ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. എല്ലാ ഞങ്ങളുടെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും അതുപോലെ തന്നെ ഭരണകർത്താക്കളെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സേവനം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവെ സൗഖ്യവും ബലവും ഈ നാളുകളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പലരും 1.5 വർഷത്തോളമായി ഭവനത്തിൽ തന്നെ കഴിയുന്നു. എല്ലാവർക്കും ആശ്വാസവും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ പോകാതെ കർത്താവെ പ്രത്യാശയിൽ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടി.എ. സാമുവലച്ചന് വേണ്ടിയും കെ.സി. ജോർജച്ചന് വേണ്ടിയും ഞങ്ങളുടെ വികാരിയച്ഛൻ കർത്താവെ അനിൽ ജോർജച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസന്മേൽ കൂടി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന തിരുവചന കോശത്തിനായി സ്തോത്രം. കർത്താവെ, അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും അവിടുത്തെ മറവിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രായാധിക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്ക് ശക്തി പകരണമേ, സൗഖ്യം നൽകണമേ, പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖത്തിൽ കഴിയുന്ന സുനിൽ അങ്കിളിനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ആന്റിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ചൊവ്വാഴ്ച നടക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. നിന്റെ മകളിൽ കൂടി ഞങ്ങളുടെ ഇടവയ്ക്ക് കർത്താവെ, മറ്റ് സേവ്യാ സംഘം മറ്റ് സംഘടനകൾക്കൊക്കെ ലഭിച്ച ശുശ്രൂഷകളെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും കർത്താവിനെ തുടർന്നും ആരാധിച്ചുകൊണ്ട് കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം തുടക്കുകയും ചെയ്യണമെന്ന് എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട ഉത്തരമരുളുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയ്ക്കുള്ളതാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും നിരന്തരം കൊട്ടിരുന്ന് ശക്തീകരിക്കുന്ന പരിശുദ്ധ റുഹായുടെ സഹവാസവും പ്രിയരെ നാം എല്ലാവരുടെ മേലും നമ്മുടെ ഇടവകയിലെ 434 കുടുംബങ്ങളോടും ദൂരത്തുള്ളവരോടും ചാരത്തുള്ളവരോടും ജന്മദിനം കൊണ്ടാടിയവരോടും വിവാഹവാർഷികത്തിന്റെ പുതിയ വർഷത്തിലെ പ്രവേശിച്ചവരോടും ഈ ആഴ്ചയിലെ എക്സാമിന് ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേലും ഈ ആഴ്ചയുടെ മെഡിക്കൽ സർജറി മറ്റ് പ്രത്യേക കാര്യങ്ങളിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ദൈവിക സൗഖ്യത്തോടും ഇപ്പോഴെപ്പോഴും കൂട്ടിരുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. God bless you all. Thank you so much. Thank you.